ഹരി ഓം. 64-ാമത്തെ സ്തുതി. രാസക്രീഡ 4. ഭഗവാൻ ഗോപികൾക്ക് ദർശനം നൽകുന്നു. ഗോപി സാന്ത്വനം. ഇത് ഭാഗവതത്തിൽ 10-ാമത്തെ സ്കന്ധം 32-ാമത്തെ അധ്യായം 1 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങൾ. ഗോപികൾ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹത്താൽ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ താസാമാവിരഭൂശൗരി സ്മയമാനമുഖാംബുജ പീതാംബരധരസൃഗി സാക്ഷാത് മന്മഥ മന്മഥ. മഞ്ഞപ്പട്ടും വനമാലയുമായി മന്മഥനാഥനായ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ടവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി. എല്ലാവരും ഉടൻ ഭഗവാന്റെ ചുറ്റും കൂടി. ഒരുത്തി കൃഷ്ണന്റെ കൈ പിടിച്ച്, മറ്റൊരു ഗോപിക മറ്റേ കൈ പിടിച്ച് തൻ്റെ കഴുത്തിൽ ചുറ്റി. ഭഗവാന്റെ സ്തുതി കേൾക്കാം. തം വിലോക്യാഗതം പ്രേഷ്ഠം പ്രീത്യുത്ഫുല്ലദൃശോ ബലാഃ ഉത്തസ്തുർയുഗപഃ സർവാസ്തന്വപ്രാണമിവാഗതം. കാചിത് കരാംബുജം ശൗരേ ജഗൃഹേഞ്ജലിനാ മുദാ കാചിത് ദദാര തദ്ബാഹുമംസേ ചന്ദനരൂഷിതം. കാചിദഞ്ജലിനാ ഗൃഹ്ണാത് തന്വീതാംബൂലചർവിതം. ഏകാ തദംഘ്രികമലം സന്തപ്താസ്തനയോരഥാത്. ഏകാ ഭ്രുകുടിമാബദ്ധ്യാ പ്രേമ സംരംഭവിഹ്വലാ. ധിനദീ വൈക്ഷത്കടാക്ഷേപൈ സംദഷ്ടദശനച്ഛദാ. അപരാ നിമിഷദൃഗ്ഭ്യാം ജുഷാണാ തന്മുഖാംബുജം. ആപീതമഭിനാതൃപ്യ സന്തസ്തച്ചരണം യഥാ. തം കാചിന്നേത്രരന്ധ്രേണ ഹൃദി കൃത്യ നിമീല്യ ച. പുളകാംഗ്യുപഗുഹ്യാസ്തേ യോഗീവാനന്ദസംപ്ലുതാ. സർവാസ്താ കേശവാലോകപരമോത്സവ നിർവൃതാഃ. ജഹുർവിരഹജം താപം പ്രാജ്ഞം പ്രാപ്യ യഥാ ജനാഃ. താഭിർവിതൂതശോകാഭിർഭഗവാനച്യുതോ വൃഥാ. വ്യരോചതാധികം താദാ പുരുഷശക്തിഭിര്യഥാ. താസമാദായ കാളിന്ദ്യാ നിർവിശ്യ പുളിനം വിഭോ. വികസത്കുന്ദമന്ദാരാ സുരഭ്യനിലഷട്പദം. ശരച്ചന്ദ്രാംശു സന്തോഹാദുസ്തദോഷാതമഃ ശിവം. കൃഷ്ണായ ഹസ്തതരളാജിത കോമളബാലുകം. തദ്ദർശനാഹ്ലാദവിധൂതഹൃദ്രുജോ മനോരഥാന്തം ശ്രുതയോ യഥായയുഃ. സ്വൈരുത്തരീയൈ കുചകുങ്കുമാങ്കിതൈ അചീക്ലവന്നാസനമാത്മബന്ധവേ. തത്രോപവിഷ്ടോ ഭഗവാൻ സ ഈശ്വരോ യോഗേശ്വരാന്തർഹൃദി കൽപ്പിതാസനഃ. ചകാസ ഗോപീപരിഷദ്ഗതോർച്ചിതഃ. ത്രൈലോക്യലക്ഷ്മീകപദം വപുർദദത്. സഭാജയിത്വാ ത്വമനംഗദീപനം സഹാസലീലേക്ഷണവിഭ്രമബ്രുവാ. സംസ്പർശനേനാംഗകൃതാംഘ്രിഹസ്തയോ സംസ്തുത്യ ഈഷത് കുപിതാ ബഭാഷിരേ. ഗോപ്യൗചുഃ ഭജതോനു ഭജന്ത്യേക ഏക ഏതദ്വിപര്യയം. നോഭയാംശ്ച ഭജന്ത്യേക ഏതന്നോ ബ്രൂഹി സാധുഭോ. ശ്രീഭഗവാനുവാച മിഥോ ഭജന്തി യേ സഖ്യ സ്വാർത്ഥൈകാന്ത്യോദ്യമാഹിതേ. ന തത്ര സൗഹൃദം ധർമ്മ സ്വാർത്ഥാർത്ഥം തദ്ദിനാന്യഥാ.
ഭജന്ത്യഭജതോ യേ വൈ കരുണാപിതരോ യഥാ ധർമ്മോ നിരപവാദോത്ര സൗഹൃദം ച സുമധ്യമാഃ ഭജതോപി ന വൈ കേചിത് ഭജന്ത്യഭജതഃ കുതഃ ആത്മാരാമാഹ്യാപ്തകാമാ അകൃതജ്ഞാ ഗുരുദ്രുഹഃ നാഹം തു സഖ്യോ ഭജതോപി ജന്തൂൻ ഭജാമ്യമീഷാമനുവൃത്തിവൃത്തയേ യഥാധനോ ലബ്ധധനേ വിനഷ്ടേ തച്ചിന്തയാന്യന്നിഭൃതോ ന വേദ ഏവം മദർത്തോചിതലോകവേദ സ്വാനാഹിവോ മയ്യനുവൃത്തയേ ബലാഃ മയാ പരോക്ഷം ഭജതാതിരോഹിതം മാസൂയിതും മാർഹത തത്പ്രിയം പ്രിയാഃ ന പാരയേഹം നിരവദ്യ സംയുജാം സ്വസാധുകൃത്യം വിബുധായുഷാപി വഃ യാമാ ഭജൻ ദുർജരഗേഹ ശൃംഖലാഃ സംവൃച്ഛ തദ്വഃ പ്രതിയാതു സാധുനാ. ഒരു സുന്ദരി താംബൂല ചർവിതത്തെ സ്വീകരിച്ചു. ക്ഷോഭം കാരണം മറ്റൊരു ഗോപിക ചുണ്ടമർത്തി കടിച്ച് കോപത്തോടെ നോക്കി നിന്നു. വേറൊരു ഗോപിക ഭഗവാന്റെ മുഖാംബുജം കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ഭഗവത് ദർശനത്താൽ വിരഹതാപം മാറി അവരെല്ലാം സന്തോഷിച്ചു. എല്ലാവരും കൃഷ്ണനോടൊത്ത് കാളിന്തി തീരത്തുള്ള ഒരു മനോഹരമായ പ്രദേശത്ത് വന്ന് ഉത്തരീയങ്ങളെല്ലാം കൂട്ടിവിരിച്ച് ഒരാസനമുണ്ടാക്കി ഭഗവാനെ അതിലിരുത്തി സത്കരിച്ച് കാലും കൈയും തലോടി. പിന്നെ അവർ ഭഗവാനോട് ചോദിച്ചു, ഏതുതരം സ്നേഹമാണ് ഭഗവാനെ ഏറ്റവും ഉത്തമം? ചിലർ തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു, ചിലർ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു, ചിലർ രണ്ടു കൂട്ടരെയും സ്നേഹിക്കുന്നില്ല. ഇവരുടെയൊക്കെ സ്ഥിതിഭേദം ഞങ്ങളെ ധരിപ്പിച്ചാലും. ഭഗവാൻ പറഞ്ഞു, അന്യോന്യം സ്നേഹിക്കുന്നവർ സ്വാർത്ഥത്തിനു വേണ്ടി സ്നേഹിക്കുന്നവരാണ്. അതിൽ സ്നേഹവുമില്ല, ധർമ്മവുമില്ല. ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരെ മാതാപിതാക്കളെ പോലെ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ കരുണാത്മാക്കളാണ്. അതിൽ ധർമ്മവും സൗഹൃദവും ഉണ്ട്. അതാണ് ഉത്തമം. ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാത്തവർ ഗുരുദ്രോഹികളാണ്. ഇതിലൊന്നും എന്നെ കണക്കാക്കരുത്. എല്ലാവർക്കും എപ്പോഴും പരമസുഹൃത്താണ് ഞാൻ. എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് എന്നെ വിട്ടെങ്ങും പോകുന്നില്ല. നിങ്ങളുടെ സ്നേഹത്തെ വളർത്തുവാനാണ് ഞാൻ മറഞ്ഞു നിന്നത്. പ്രേമഭാജനങ്ങളെ, ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ പ്രത്യുപകാരം ചെയ്യുക? എന്തു ചെയ്താലും മതിയാകില്ല. നിങ്ങളെ ഞാൻ അത്യധികം സ്നേഹിക്കുന്നു. എങ്കിലും നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങളുടെ ഈ സ്നേഹത്തിന് നിങ്ങളുടെ സത്പ്രവൃത്തികൾ തന്നെ ഫലം തരും. എനിക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ്. നിങ്ങളുടെ നിസ്വാർത്ഥ പ്രേമത്താൽ ഗോപികളെ നിങ്ങൾ എന്നെ ജയിച്ചു. വീടാകുന്ന കയർ പൊട്ടിച്ച് എന്നെ ഭജിക്കാൻ വന്ന കാര്യം ഓർത്താൽ ആ ഉത്കൃഷ്ട കൃത്യം തന്നെ നിങ്ങൾക്കുള്ള പ്രത്യുപകാരമാകട്ടെ. ഭഗവാന്റെ മധുര വാക്കുകൾ കേട്ട് എല്ലാവരും ആനന്ദത്തിൽ ആറാടി. ഓം നമോ ഭഗവതേ വാസുദേവായ.